എല്ലാവർക്കും ഒരു കാഴ്ച കാണിച്ചു തരാം. അല്ല മയിലിനെ കാണാൻ പോകുന്നത് നമ്മളെ മേതൂട്ടി സ്കൂള് വിട്ട് വരും ഇന്ന്. അതെ, ഇന്ന് മഴ കുറവാണ്. ഇന്ന് വൈകുന്നേരം ഉണ്ടായില്ല. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കോലുമുട്ടായി തിന്നുകൊണ്ടാണ് സ്വാഗതം പറയുന്നത്. അതെ, രണ്ടാളിതാ കോലുമുട്ടയും പച്ച മാങ്ങയല്ലല്ലോ, പച്ച മാങ്ങ ഇവന്റെ കൈമല്ലേ. അതെ, മേതുവിന്റെ മാങ്ങേണ്ടതല്ലല്ല. എനിക്കല്ല അറിയില്ലേ എന്തിന്റെ ടേസ്റ്റ് അത്. ഓക്കെ, എന്തായാലും മാങ്ങേന്റെ ടേസ്റ്റ് ആയിട്ട് അത് തോന്നുന്നു, അതുകൊണ്ട് ചോപ്പ് മാങ്ങയാക്കി. ആ, ഇതാ ചുവപ്പല്ലേ. മണിക്കൂട്ടന്റെ ഡ്രസ്സോ? ഡ്രസ്സല്ല, കറുപ്പ്. ഡ്രസ്സല്ല, ഡ്രസ്സ് കറുപ്പ്. അങ്ങനെ അപ്പൊ രണ്ടുപേരും കളിയിലാന്നിപ്പം. അപ്പൊ നമ്മള് ഒരു ഷോർട്സ് എല്ലാം പിടിച്ചിട്ടല്ലേ, അതിൻ്റെ ഇതിൽ ഇതാ രണ്ടാളും മുട്ടായി കഴിക്കലാന്ന്. സമയം ഇപ്പം വൈകുന്നേരമായി. അപ്പോൾ അതിൻ്റെ ഇടക്ക് അതെ, ഇന്നൊരു ഉറക്കത്തിൽ ഒന്നാമത് ഇവര് രാത്രി കിടന്നുറങ്ങാൻ നല്ലോണം ലേറ്റ് ആവും. അതുകൊണ്ട് തന്നെ ഇവർക്ക് രാവിലെ എണീക്കുമ്പോൾ മേതുനെല്ലാം രാവിലെ ഒരു 8:30 ബസ് വരും. അപ്പൊ അതാണ് ഇവരുടെ പ്രശ്നം. ഇനിയിപ്പം ഇത് കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ കളിക്കും. 11-12 മണിയാവുന്നേരം ഇങ്ങനെ കളിക്കലായിരിക്കും. പിന്നെ 1 മണി 2 മണി വരെ വേണമെങ്കിൽ കാണും. എന്നിട്ട് ഉറങ്ങിയാകുമ്പോ രാവിലെ എണീക്കാൻ മടി. അപ്പൊ മേതുവിന് അതാ പ്രശ്നം. ഉറക്കം ഒക്കെ രാവിലെ കുറച്ച് പ്രശ്നമാണ്. പറഞ്ഞോടുക്ക്. രാത്രി ഉറങ്ങണ്ട, രാവിലെ ഉറങ്ങണം. ഇതിപ്പം കുറച്ച് ദിവസം പിന്നെ മഴേന്റെ ലീവ് ആയതുകൊണ്ട് നാളെയും ക്ലാസ് ഉണ്ട്. ഇനിയിപ്പം അതെ, മേതു പിന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നാളെ തന്നെയല്ലേ, 2 ദിവസം കഴിഞ്ഞിട്ട്. അപ്പൊ മേതുവിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത്രയും നാള് സ്കൂൾ തുറന്നിട്ട് അടുപ്പിച്ച് ഇതുപോലെ ഒരാഴ്ച ക്ലാസ് ഉണ്ടായിട്ടല്ല. ഇത് ഇപ്രാവശ്യം മഴയായിട്ട് ലീവ്, എന്തെല്ലോ ഒരു ലീവ് ഉണ്ടായി. ഈ ഒരാഴ്ചയാണ് ഒക്കെ അടുപ്പിച്ചോളൂ സ്കൂളിൽ പോയത്. അതുകൊണ്ട് തന്നെ ഇന്നലെ പറയുന്നുണ്ട് എനിക്ക് നാളെ ലീവ് വേണം, ഇന്ന് ലീവ് വേണം എന്നല്ല. ലീവ് വേണമെന്നല്ല വേണ്ടല്ല, ഇവൻ അന്നെന്നാ പറഞ്ഞിട്ട് സ്കൂൾ വേഗം തുറന്നാൽ മതി. സ്കൂളിൽ പോകാനോ ഇഷ്ടം എന്താ പറഞ്ഞത്. അതുപോലെ ആയില്ലേ ഇപ്പൊ. ഇനിയിപ്പം ഞായറാഴ്ചയും ക്ലാസ് ഉണ്ടെങ്കിൽ മണിക്കൂറിന് അത്രയും സന്തോഷല്ലേ. വീട്ടിൽ ഒഴിവാമല്ലോ. ഓനെ സ്കൂളിലാണ് ഫ്രണ്ട്സും കളിക്കാനുള്ള ഇതെല്ലാം. പോനാടെ ഇഷ്ടം. ടീച്ചറെല്ലാം കാണും ഇത്. അപ്പൊ മണിക്കൂറിന് എപ്പോഴും വന്നോട്ട് പറയും ടീച്ചർ. നമ്മളെ അമ്മമ്മ അടിച്ചു വരുന്നുണ്ട്. അമ്മ വിളിച്ചിട്ടുണ്ട്, അമ്മ വരണത്രേ. അമ്മ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മാമ്മ ഒരു ഹായ് പറഞ്ഞു എല്ലാവരോടും. അപ്പോൾ നമ്മളെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇന്ന് 2 പാമ്പിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നത്തെ നമ്മളെ ഷോർട്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഷോർട്സ് ഉണ്ടായിരുന്നു. അല്ല, പണ്ടല്ലേ പിള്ളേർക്ക് ഇതിനെ കൊണ്ടെല്ലാം കളിക്കാനൊരു ഇതല്ലല്ലേ. ഇപ്പൊ മേതുവിന് നോക്കി ഇത് ആക്കി കഴിഞ്ഞു, ഇത് കഴിഞ്ഞാട്ട് ഇതെല്ലാം പൊട്ടിച്ചാട വെച്ചിനി ഓലാന്ന്. സാധാരണ രണ്ടാള് ഏടിയോ ചിന്തയിൽ ഇന്നെന്തോ ഒരു മൂടില്ല. ഇന്നൊരു ഉറക്കം പിടിച്ച പോലെ ഉണ്ട് രണ്ടാക്കും. ഉറക്കം പിടിച്ച പോലെ ഉണ്ട്, ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല. നോക്കി. അപ്പൊ നമ്മള് ഒരു മയിലിനെ കണ്ടു, അതിന്റെ ഒരു ക്ലിപ്പ്. അതിന്റെ ഇടക്ക് പിന്നെ ഒരു മയില് വന്നിട്ടുണ്ടായിനി, അതിന്റെ ക്ലിപ്പ് അന്നേരം നമ്മൾ വീഡിയോ പിടിച്ചിനെ. അപ്പൊ ഇൻട്രോ ഒന്നും ഇല്ലാണ്ട് പിടിച്ചാണ്. അപ്പൊ ഇതിന്റെ ഇടക്ക് നമ്മൾ ആ ഒരു ക്ലിപ്പ് ആഡ് ചെയ്യാം അല്ലേ. എല്ലാവർക്കും ഒരു കാഴ്ച കാണിച്ചു തരാം. എന്താന്ന് വന്നുവാ 2 മയില് വന്നിട്ടുണ്ടായി, നിറയത്ത് വരെ വന്നതാണേ. അതിന്റെ ഒരു വീഡിയോ പിടിക്കാന്ന് വെച്ചിട്ട് പോകുമ്പോഴത്തേക്ക് അത് ഓടിപ്പോയി. അതിന് ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ എന്നാ വഴിയെന്ന് ഞാൻ ആലോചിക്കും. വെറുതെ കാണാൻ വേണ്ടി കൊറേ സമയമല്ലേ നമ്മളെ കളത്തിൽ വന്ന് നിൽക്കുന്നത്. നല്ല രസമുണ്ട്. 2 പെൺമയില്. അതെ. അപ്പൊ അതിന് ഇങ്ങോട്ടേക്ക് വരുത്തിക്കണമെങ്കിൽ ആ ഭാഗത്ത് ആരെങ്കിലും ഇങ്ങോട്ടേക്ക്. അങ്ങനെ മയില്, കാട്ടിൽ താമസിക്കുന്ന മയില് അങ്ങനെയൊന്നും വരില്ല. വെറുതെ കാണാൻ വേണ്ടി. ഈടാ നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് ഒരുപാട് മയിലുകളുണ്ടല്ലേ. അപ്പൊ നമുക്ക് ആ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് ദൂരം. എന്നിട്ട് ഇവള് ക്ലിയർ ആക്കി വരുമ്പോഴത്തേക്ക് മയിലിന്റെ പാട്ടിന് പോയി. അത് എന്തോരോ ഒച്ച കിട്ടണേ, ഒരു കുരക്കുന്ന പോലത്തെ. ചിതന്ന് തട്ടെന്ന് വെച്ചാൽ ഞാൻ പേടിച്ചിട്ട് ഇറങ്ങിയിട്ടില്ല. പോയി നോക്കുമ്പോഴത്തേക്ക് ഒന്ന് പാറിപ്പോയി, അറിയാൻ വരെ എത്തിനു.
പ്രിയ മറു സൈഡ് ഈട് നിന്നിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് കല്ലെറിഞ്ഞ് ഇങ്ങോട്ട് വരുന്നു. അയ്യോടാ നോക്കിയേ എന്തൊരു ആകാംക്ഷയാ നോക്കിയേ. മയിലിന്റെ വേക്കിലേ പോവന്ന്. ഇനി അതാരം പിടിച്ച് കൊത്തിയിട്ടുണ്ട് വേണം ഇനി. പിന്നെ അമ്മ എനിക്കറിയില്ല. ഇത് നോക്കിയ മയിലിനെ പിടിക്കാൻ പോകുന്ന രംഗം നമ്മ കാണുന്നത്. അല്ല മയിലിനെ കാണാൻ പോകുന്നത് അല്ലേ? പിടിക്കാൻ പോകുന്ന പറഞ്ഞിട്ട് നാളെ പോലീസ് ഇടി എത്തുന്നു. ഇറങ്ങിപ്പോയി നാള്. എന്നാ ഈ ക്യാമറ എടുത്തോ. ക്യാമറ ഒന്നും വേണ്ട. എന്താ മയിലിനെ നോക്കിയിട്ട് ഒരാൾ നടന്ന് പോയിന്ന് നോക്കാം. മയിൽ അങ്ങ് എത്തേണ്ട അടുത്ത് എത്തിയിട്ടാ. ഇയാളെ ബേക്കിൽ നടക്കയത്, ഇയാളെ ബേക്കിൽ ഞാനും. ഒന്നും പറയാൻ പറ്റില്ല, എനക്കറിയില്ല. ഏതാ അങ്ങനെ മയിലിനെ ആവാഹിച്ച് കൊണ്ടുവരാൻ വേണ്ടി പോയ ആളിതാ കയ്യും വീശി വരുന്നുണ്ട്. എന്തായി എന്തായി എന്ന് മയില്, ആന, വിമാനം ഇതെല്ലാം എപ്പോ ഏടെ കണ്ടാലും നമ്മള് നോക്കി പോകുന്നു. മയില്, ആന, വിമാനം. വിമാനം ഇപ്പം ഒച്ച ഇട്ട് കഴിഞ്ഞാൽ ഓടിപ്പോയി പുറത്തേക്ക്. പ്രിയ അങ്ങനെയാണ്. ഇന്ന് ചെറിയ കുട്ടികൾ എന്ന് വിമാനത്തിന് ഒച്ച ഇട്ട് കഴിഞ്ഞാല് ഞാൻ മാത്രം അങ്ങനെ ഇല്ലവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടുക കേട്ടാ. ഇതുപോലെ മയില്, വിമാനം, ആന, കുരങ്ങ് ഇതെല്ലാം നമ്മളെ വീട്ടിലേക്ക് പെട്ടെന്ന് വരുമ്പോ നമ്മൾ എന്തായാലും അതിന്റെ വേക്കില് ഒന്ന് പോയി കുറച്ചേരം കാണാൻ വേണ്ടി പോയി നോക്കും അല്ലേ? അങ്ങനെ ആരും കൊണ്ട് കമന്റ് ഇടും. ശ്രീനാട്ടൻ പിന്നെ ആ ഇതിലൊന്നും പോയിരുന്ന ആളല്ലാന്നാ. എന്നിട്ട് എവിടെ പോയത് ഇപ്പൊ മയില്? മയിലായാലും ഇങ്ങനെ നടക്കുന്നുണ്ട്. അതെയാ, ഭയങ്കര ആകാംക്ഷയോടെയാണ് കേട്ടോ വേക്കില് പോയത്. രക്ഷയില്ല കുറച്ച്. അതെ അല്ലേ? അന്നൊരു ദിവസം കുറെ എണ്ണം വന്നു. പിന്നെ ഇടക്കിടക്ക് കുരങ്ങും വരാറുണ്ടല്ലേ ഇങ്ങോട്ട്? പിന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കുരങ്ങിന്റെ ഒരു ചെറിയ ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിനി. അത് നീ എന്റെ ക്ലിപ്പ് എടുത്ത് പറയുന്നു. വേണമെങ്കിൽ അങ്ങനെ തങ്കടിക്കും. ഒരു ചെറിയ ക്ലിപ്പ് അത് ഇതിലുണ്ടോ ഡിലീറ്റ് ആക്കിയോന്ന് അറിയില്ല. ഡിലീറ്റ് ആക്കാൻ സാധ്യതയുണ്ട്. അതല്ലേ? അപ്പൊ നമ്മൾ ഇടക്ക് കുരങ്ങെല്ലാം വരാറുണ്ട്. അതെ. അപ്പൊ ഇനി ഈ ഒരു വീഡിയോ ഇൻട്രോ വരെ പറഞ്ഞിട്ടാ പെട്ടെന്ന് കണ്ടാടും എടുത്തതാണ്. ഇവിടെ പ്രിയ മുറ്റത്ത് ഫുള്ളായിട്ട് ഗോതമ്പെല്ലാം ഇട്ട് കൊടുത്തു. അത് കഴിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ഗൗനിച്ച് വരിയില്ല നിന്റെ ഗോതമ്പിനാ. നിൻ്റെതാ ഇവിടെ എല്ലാം ഗോതമ്പ് ഇട്ട് കൊടുത്തിട്ടേ ഇല്ലത് പ്രിയ. ഒരുപാട് ഗോതമ്പെല്ലാം ഇട്ടു. മറ്റേ മയിൽ വന്ന് തിന്നോട്ടെ എന്നല്ല രീതിയിൽ. സൈഡ് ഓടണായിരുന്നു ഇതിന്റെ ഉള്ളിൽ നിന്നല്ലേ. അപ്പൊ ഇത് അങ്ങോട്ടേക്ക് ഓടി. ആടുന്ന് നമ്മൾ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങോട്ടേക്ക് വരുമായിരുന്നു. പക്ഷെ അതിങ്ങനെ പോന്നിയത് അങ്ങനെ നിൽക്കൊന്നും ചെയ്യില്ല. അതിങ്ങനെ നടന്നു പോയി. തിന്നും ചെയ്യില്ല. അതിങ്ങനെ നടന്നു പോയിരുന്നു. ഏതായാലും നമുക്ക് മണിക്കൂട്ടിനും മേതൂട്ടിയും വന്നിട്ട് ഇത് പറയണം. ഈ വീഡിയോ ഇല്ല ഒന്നും കിട്ടിയില്ല. ഞാൻ എടുക്കുന്നതിന് നമുക്ക് എന്നാ ഞാൻ ആടുന്ന് എടുക്കുമായിരുന്നു. അതിൻ്റെ ഒരു ക്ലിപ്പൊന്നും ഇല്ല. പക്ഷെ എന്നാലും നീ നോക്കാൻ പോകുന്ന ഇതുണ്ട്. അങ്ങനെ നമ്മളെ മേതൂട്ടി സ്കൂൾ വിട്ട് വരും. ഇന്ന് വൈകി പോയാ കൂട്ടം പോവാൻ? അപ്പോൾ ഇവിടെ എത്തിണ്ടായിനല്ലേ ബസ്? പിന്നെ ഇവളെ ഫ്രണ്ടും ഉണ്ടായിന്, കണ്ണനും കൂടി ഇറങ്ങി. അതെയാ? കണ്ണൻ്റെ അമ്മ കൂട്ടാൻ വന്നിനി. നമ്മൾ ഏതായാലും മേതൂട്ടി ഒന്നും മിണ്ടുന്നില്ല. സ്കൂളിൽ നിന്ന് വരുന്ന വൈകിയായോണ്ട്. വിശക്കുന്നുണ്ടോ മേതൂട്ടി? അതെയാ? അവിടെ വരും എപ്പോഴും? മേതൂട്ടി ഉണ്ടോ? മേതൂട്ടിനെ ചോദിക്കാൻ വരുന്നയാ? അല്ല എനക്ക് മനസ്സിലായി. കൊറേ മയില് വരലില്ലേ? സ്മിത ടീച്ചർ ഫോട്ടോ എടുക്കല്ലേ? എനക്ക് മനസ്സിലായി മേതു. ഇന്ന് മയിൽ അംഗൻവാടി പോയി. അപ്പോഴത്തേക്ക് മേതൂട്ടീനെ കാണുന്നില്ല. അതുകൊണ്ട് മേതൂട്ടിനെ കാണാൻ വീട്ടിലേക്ക് വന്നിയായിരിക്കും. ഇന്ന് എന്താ അംഗൻവാടിയിൽ വരാത്ത വിചാരിച്ചിട്ട് അല്ലേ? അവളോട് ചോദിച്ചേ. അതാന്ന് എനക്ക് തോന്നുന്നു. അയ്യോ അങ്ങനെയൊന്നല്ല, മേതൂട്ടിക്ക് അറിയാതെ. അതൊന്നല്ല, മേതൂട്ടിനെ കാണാൻ വന്നേന്ന്. മേതൂട്ടി അങ്ങനെയാണോ?
ആ പറന്ന് പറന്ന് ചിറക് വേദന എടുക്കുന്നോണ്ട് റെസ്റ്റ് ചെയ്യാൻ വന്നത്. മേതൂട്ടി സ്കൂളിൽ സൂംബ ഡാൻസിന് ചേർന്നിട്ടുണ്ട്. വന്നാട് എന്നെ പഠിപ്പിച്ചു. അത് എങ്ങനെയാ മേതി ഇന്ന് എന്തെല്ലാം ഉണ്ടായിന്? അപ്പൊ ഇന്ന് മുതൽ ചേർന്നിട്ടായില്ലോ അല്ലേ? പിന്നെ കയ്യെല്ലാം അവിടെ മുട്ടുന്നാപ്പാ. അങ്ങനെ സമീത രാത്രിയായി. ഇപ്പൊ കുറേ നാളിന് ശേഷമാണ് ഇതുപോലെ ഒന്ന് പുറത്തിരിക്കുന്നത് രാത്രിക്ക്. കാരണം എപ്പോഴും മഴയാ ഉണ്ടാവല് അല്ലേ മണിക്കുട്ട? അതെ, ഇന്ന് മഴ കുറവാണ്. ഇന്ന് വൈകുന്നേരം ഉണ്ടായില്ല അല്ലേ? ഇല്ല, മറ്റീ ഒരു സമയത്ത് ഒന്നുമില്ലെങ്കിൽ ഒരു പാർലിംഗ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നല്ല മഴയായിരിക്കും. ഇന്നിപ്പം കുറച്ചൊരു ഇരിക്കാനൊരു സുഖമുണ്ട്. നമ്മളെല്ലാവരും പുറത്തിരിക്കണം കുറേ നാളുകൾക്ക് ശേഷം. മേതൂട്ടി ഉറങ്ങി, കളിച്ചിട്ട് അലിയോളം ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം എല്ലാം കഴിക്കണം. ഇത്ര അതിൻ്റെ ഇടയ്ക്ക് ഇതൊരു എയറോപ്ലെയിൻ പോകുന്ന സൗണ്ട് നിങ്ങൾക്ക് രാവിലെ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞതേ ഇല്ല. എയറോപ്ലെയിൻ, മയില്, കുരങ്ങൻ ഇങ്ങനെയുള്ളതെല്ലാം കാണുമ്പോൾ നമ്മളിങ്ങനെ അതെ നമ്മള് വിമാനത്ത് കയറിയിട്ടില്ല, നിങ്ങളല്ലേ കയറി മണിക്കൂർ. നമ്മളിങ്ങനെ കണ്ടിട്ടേ ഇല്ലു. അച്ഛൻ കേറി 10 തൊട്ടോ 20 തൊട്ടോ അച്ഛൻ തിരിച്ചു വന്നു. വിമാനത്തിന് ആയിപ്പോയിന്നല്ല, പിന്നെ ജീവിക്കാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ വേറെ വഴിയില്ലാത്തോണ്ട് പക്ഷെ അതുകൊണ്ട് വിമാനത്തിൽ കഷ്ടപ്പെട്ടു പോലോണം. അതെ. അപ്പോൾ വിമാനം എന്താ എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം എല്ലാം കഴിക്കണം അത്രേ. ഇന്ന് നല്ല ചെമ്മീൻ കറിയാക്കിയിട്ടുണ്ട്. മോരൊഴിച്ച് വെച്ച ചെമ്മീൻ കറി. അമ്മ സ്പെഷ്യൽ. അമ്മ സ്പെഷ്യൽ മീൻ കറിയെല്ലാം ഭയങ്കര ഒരു രക്ഷയില്ലാത്ത പപ്പടാണ്. വറവുണ്ട്, ലേശമുണ്ട്, കൈപ്പൊക്കെ വറവുണ്ട് അല്ലേ? നല്ല പപ്പടം ഉണ്ട്. ഇനിയിപ്പോ കൂട്ടി ഒന്ന് അടിക്കണം. നല്ല കറിയെല്ലാം ആക്കും. അതെ, എല്ലാ സാധനങ്ങളും വേണം. അതൊക്കെ കറിയാക്കുമ്പോ എല്ലാം വേണം. അമ്മ കറിയാക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ 1 ലിറ്റർ വെളിച്ചെണ്ണ 2 ദിവസം എത്തും. തേങ്ങ ഭയങ്കര എക്സ്പെൻസീവ്. പക്ഷെ അമ്മ ഇപ്പം കുറച്ച് മറ്റ് പിന്നെ എരിവെല്ലാം ഇട്ടിട്ട് നല്ലില്ല. ഇപ്പൊന്ന് വെച്ചാൽ ഇവരും വലിയ എരിവ് പറ്റാത്തോണ്ടാണ് കുറച്ച് എരിവെല്ലാം കുറച്ചൊരു ഓലം കറിയാക്കുന്നില്ല. ശരിക്കും നല്ല എരിവെല്ലാം ഇല്ലേ കറിയെല്ലാം അതന്നെ. ഇവനെല്ലാം പറയും എരിവാകുമ്പോ. ഞാൻ കഴിക്കൂലല്ലോ എരിവൊന്നും ഇവൻ അധികം ചെറുതിനും പറ്റില്ല. ചെറുതിന് പറ്റൂല. മീൻകറിയെല്ലാം കഴിക്കുമ്പോൾ കുറച്ച് അത്യാവശ്യം എരിവാണ്. പക്ഷെ പിള്ളേർക്ക് അങ്ങനെ അത്ര പറ്റൂല എന്നുള്ള രീതിയിലായ പച്ചമുളക് അതിന് ഇങ്ങനെ ഞെരണ്ടി അത് കൂട്ടാൻ എന്തൊരു രസം എന്ന് പറയാം. അതിന്റെ ചോയ നല്ല രുചിയാണ്. പിന്നെ കൊതിപ്പിക്കുന്നത്. പിന്നെ നമ്മള് മരുന്നിന്റെ മുന്നേ ഒരു മരുന്നിന്റെ വീഡിയോ ഇടുന്നു. അപ്പൊ അതിന്റെ അടിയിൽ ഇപ്പാണ് കുറേ ആൾക്കാർ കമന്റ് അയക്കുന്നത് അല്ലേ, കുറെ എത്ര കിലോൻ്റെ അങ്ങനെ ഇങ്ങനെ. അപ്പൊ നമ്മൾ ഒരിക്കലും കൂടെ മരുന്ന് ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. അതെ. അപ്പൊ അമ്മക്ക് ഇനിയിപ്പോ ലീവ് അല്ല, ഈ ഒരു ഇത് കഴിഞ്ഞാലേ അതെ. അപ്പൊ ഈ ആഴ്ച കിടക്ക് എന്തായാലും നമ്മള് ആ ഒരു മരുന്ന് ഉണ്ടാക്കും. അതിന്റെ അപ്പൊ കുറെ ആൾക്കാർ 1 കിലോന് എത്രയാന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് അത് പറഞ്ഞുതരാം. അതിന്റെ അളവും കാര്യങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആക്കുന്നതാണ്, ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കഴിയുന്നില്ല, അതുകൊണ്ട് ആക്കിയില്ല. ആക്കി വെക്കുന്നതാണ്. ഇപ്രാവശ്യം എനിക്ക് വയ്യ, അതുകൊണ്ടാണ്. ശാരീരികപരമായിട്ട് ബുദ്ധിമുട്ട്. അപ്പൊ ഇനി എന്റെ മൂക്കാക്കി കൊടുക്കണം കുറച്ച്. അതെ. അപ്പൊ അതാക്കുമ്പോ നമ്മൾ വിചാരിച്ചു ഏതായാലും ഒരു വീഡിയോ കൂടെ പിടിക്കാന്ന്. അതെ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കൂടുതലൊന്നുമല്ല, ഇപ്രാവശ്യം നമ്മൾ കുറച്ചേ ആക്കുന്നില്ല. അപ്പോൾ അങ്ങനെയെല്ലാമാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നല്ലൊരു വ്ളോഗുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ.